എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ചാക്കോച്ചൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കൂടിയാണല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങളും ഏറ്റവും മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമ കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം 3 ദിവസങ്ങളുടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 13 കോടി രൂപയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 കോടി രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 84 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് മാത്രം ചിത്രം മികച്ചൊരു കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമ 4 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 2 കോടി 40 ലക്ഷം 2 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 13 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 4 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 20 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അങ്ങനെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആദ്യ 4 ദിവസം കൊണ്ട് മികച്ചൊരു കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഉണ്ണിമുകുന്ദൻ നായകൻ എത്തിയ സിനിമ കൂടിയാണല്ലോ ഗെറ്റ് സെറ്റ് ബേബി. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം 3-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 55 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 1 കോടി കടന്ന് 1 കോടി 20 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1 കോടി 50 ലക്ഷം കടന്നിരിക്കുകയാണ്. മാർക്കോ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മറ്റൊരു സിനിമ കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് അത്ര നല്ല തുടക്കമല്ല ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും വീക്കെൻഡിൽ കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ പ്രദീപ് രംഗനാഥൻ നായകനായെത്തിയ ഡ്രാഗൺ. ആദ്യ ദിവസം മുതലേ തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വരുമ്പോൾ ഒരു വമ്പൻ കളക്ഷനിലേക്ക് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിനം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 കോടി 75 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ 2-ാം ദിവസമായ ശനിയാഴ്ച ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 14 കോടി 75 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 3-ാം ദിവസമായി ഇന്നലെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 10 കോടി 11 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ഇനി ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 40 കോടി 50 കോടി റേഞ്ചിലേക്കും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം കഴിഞ്ഞ ആഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ധനുഷ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ നിലാവ് എന്മേൽ എന്നടി കോപം. തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമയുടെ ഏറ്റവും പുതിയ 3 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യം 3 ദിവസം കൊണ്ട് 4 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യം 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 5 കോടി 6 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. ഇനി ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ചാവ. ഫെബ്രുവരി മാസം 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി ഇന്ത്യ വൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണല്ലോ ചാവ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് പുറത്തു വരുമ്പോൾ 9 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 395 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 10-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 400 കോടി കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീക്കെൻഡോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 500 കോടിയും കടക്കുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ഫെബ്രുവരി മാസം 14-ാം തീയതി വാലന്റൈൻസ് ഡേ പ്രമാണിച്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി മികച്ച അഭിപ്രായം നേടിയ മലയാള സിനിമയാണല്ലോ ബ്രോമാൻസ്. ഈ സിനിമ നിലവിൽ 10 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുമ്പോൾ 10-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7 കോടി 80 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും വിജയിച്ച സിനിമ തന്നെയാണ്. അടുത്ത സിനിമ ഫെബ്രുവരി മാസം ആദ്യവാരം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ തലജിത്ത് നായകനായെത്തി മകി തിരുമനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി.
ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഇന്ത്യൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ദിവസം കൊണ്ട് 97 കോടി 25 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 39 കോടി 75 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ, അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 15 ദിവസം കൊണ്ട് 137 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 90 കോടി രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് തിയേറ്റേഴ്സ് വിറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ 150 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെങ്കിൽ മാത്രമേ ചിത്രം വിജയിക്കുകയുള്ളൂ. അതുപ്രകാരം ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. അതേസമയം നമ്മുടെ മെഗാസ്റ്റാറിന്റെ റീ റിലീസ് സിനിമ കൂടെ ഒരു വടക്കൻ വീരകഥം സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 1 കോടി 4 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1 കോടി 25 ലക്ഷം 1 കോടി 50 ലക്ഷം റേഞ്ചിലാണ്. നമ്മുടെ മെഗാസ്റ്റാറിന്റെ തിയേറ്ററുകളിലേക്ക് റീ റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന സിനിമ ഇതിനോടകം തന്നെ ഒരു വടക്കൻ വീരകഥയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.